Hi everyone, welcome to Sanu's Biotec Academy. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന ടോപ്പിക് 1 gene 1 enzyme ഹൈപ്പോത്തസിസ് ആണ്. അപ്പോൾ ആ ഒരു ഹൈപ്പോത്തസിസിന്റെ പേരിൽ നിന്ന് തന്നെ നമുക്ക് കേട്ടാൽ മനസ്സിലാക്കാൻ പറ്റും ഒരു എൻസൈം ഉണ്ടാവുന്നത് സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ജീനിന്റെ എക്സ്പ്രഷന്റെ ഭാഗമായിട്ടാണ് ഒരു എൻസൈം പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഓരോ എൻസൈം പ്രൊഡ്യൂസ് ചെയ്യുന്നതും അവർക്ക് സ്പെസിഫിക് ആയിട്ടുള്ള അല്ലെങ്കിൽ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ജീനിൽ നിന്നാണ്. അതാണ് 1 gene 1 enzyme ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഹൈപ്പോത്തസിസ് ശരിക്കും എക്സ്പ്ലെയിൻ ചെയ്തത് ബീഡിൽ ആൻഡ് ടാറ്റം ആണ്. പക്ഷെ ഇതിനു മുമ്പേ തന്നെ ഗെറോഡ് എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റ് ആണ് മെറ്റബോളിസത്തിലെ ഇറേഴ്സിനൊക്കെ കുറിച്ച് പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ആ ഒരു പഠനത്തിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ബീഡിൽ ആൻഡ് ടാറ്റം 1 gene 1 enzyme ഹൈപ്പോത്തസിസ് എന്ന് പറയുന്ന ആ ഒരു ഹൈപ്പോത്തസിസിലോട്ട് എത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ബീഡിൽ ആൻഡ് ടാറ്റം എക്സ്പെരിമെന്റ് ചെയ്തിരിക്കുന്നത് 1940s-ലാണ്. 1941-ലാണ് ബീഡിൽ ആൻഡ് ടാറ്റം 1 gene 1 enzyme ഹൈപ്പോത്തസിസ് കാണിക്കാനായിട്ടുള്ളൊരു എക്സ്പെരിമെന്റ് ചെയ്യുന്നത്. പറഞ്ഞു ഗെറോഡാണ് ഇൻബോൺ എറേഴ്സ് ഓഫ് മെറ്റബോളിസത്തെ കുറിച്ച് സ്റ്റഡി ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് 1941 ബീഡിൽ ആൻഡ് ടാറ്റം 1 gene 1 enzyme ഹൈപ്പോത്തസിസിനെ കുറിച്ച് എക്സ്പെരിമെന്റ് ചെയ്ത് നമുക്ക് പ്രൂഫ് കാണിച്ചു തന്നത്. ഓക്കെ, അപ്പോൾ ബീഡിൽ ആൻഡ് ടാറ്റം എക്സ്പെരിമെന്റിനെ കുറിച്ച് പറയാം. ആ ഒരു എക്സ്പെരിമെന്റിന് വേണ്ടിയിട്ടുള്ള ഒരു മോഡൽ ഓർഗാനിസം ആയിട്ട് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ന്യൂറോസ്പോറ ക്രാസെ. ഓക്കെ, അപ്പോൾ ഈ ന്യൂറോസ്പോറ ക്രാസെ എന്ന് പറയുന്നത് ബ്രെഡിലൊക്കെ ഉണ്ടാവുന്ന ഒരു ടൈപ്പ് ഓഫ് മോൾഡാണ്. നമ്മൾ ബ്രെഡിലൊക്കെ പൂപ്പലൊക്കെ വരുന്നത് കണ്ടിട്ടുണ്ട്. ആ സംഭവം തന്നെയാണ് ഈ ന്യൂറോസ്പോറ ക്രാസെ എന്ന് പറയുന്നത്. ഈ ന്യൂറോസ്പോറ ക്രാസേനെ തന്നെ ഒരു മോഡൽ ഓർഗാനിസം ആയിട്ട് എടുക്കാനായിട്ടുള്ള കാരണം എന്ന് പറയുന്നത് ഇവരുടെ ലൈഫ് സൈക്കിൾ വളരെ ഷോർട്ട് ലൈഫ് സൈക്കിളാണ് ഇവർക്ക്. പിന്നെ അതുപോലെ തന്നെ പെട്ടെന്നാണ് ഇവരുടെ ഗ്രോത്ത് ഉണ്ട്, ഈസി ടു ഗ്രോ ആണ് ഇവർ. ഓക്കെ, അപ്പൊ ഈ രണ്ട് കാരണങ്ങൾ കൊണ്ട് തന്നെയാണ് ന്യൂറോസ്പോറ ക്രാസേനെ ഒരു മോഡൽ ഓർഗാനിസം ആയിട്ട് 1 gene 1 enzyme ഹൈപ്പോത്തസിസ് കാണിക്കാനായിട്ട് എടുത്തത്. ഓക്കെ, അപ്പൊ ഈ ഒരു ന്യൂറോസ്പോറ ക്രാസയുടെ ഒരു എബിലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർക്ക് സ്വന്തമായിട്ട് തന്നെ എല്ലാ അമിനോ ആസിഡ്സിനെയും സിന്തസൈസ് ചെയ്യാനുള്ള കഴിവുണ്ട്. അതുപോലെ തന്നെ ഇവരെ ഗ്രോത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ കമ്പോണൻസിനെയും ഇവർക്ക് സ്വന്തമായിട്ട് തന്നെ പ്രൊഡ്യൂസ് ചെയ്യാൻ അല്ലെങ്കിൽ സിന്തസൈസ് ചെയ്യാനായിട്ടുള്ള കഴിവുണ്ട്. ഓക്കെ, അപ്പൊ ബീഡിൽ ആൻഡ് ടാറ്റം ഈ ഒരു ന്യൂറോസ്പോറ ക്രാസേനെ യൂസ് ചെയ്തുകൊണ്ടാണ് ജീൻസും അതുപോലെ തന്നെ മെറ്റബോളിക് എൻസൈംസും തമ്മിലുള്ള ആ ഒരു റിലേഷൻ കണ്ടുപിടിച്ചത്. ഓക്കെ, അപ്പൊ റിലേഷൻ ബിറ്റ്വീൻ ജീൻസ് ആൻഡ് മെറ്റബോളിക് എൻസൈംസ് ആണ് ഈ ഒരു 1 gene 1 enzyme ഹൈപ്പോത്തസിസിലോട്ട് ബീഡിൽ ആൻഡ് ടാറ്റം കൊണ്ടുവന്നിരിക്കുന്നത്. ഇനി ഇവർ ചെയ്തത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കേട്ടിട്ടുണ്ടാവും മിനിമൽ മീഡിയം അതുപോലെ തന്നെ കംപ്ലീറ്റ് മീഡിയം. അതായത് മിനിമൽ മീഡിയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം ഗ്രോത്തിന് വേണ്ടി മാത്രമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഓർഗാനിസത്തിന് സർവൈവ് ചെയ്യാൻ വേണ്ടി മാത്രമായിട്ടുള്ള കമ്പണൻസ് ആണ് നമ്മൾ ആ ഒരു ഗ്രോത്ത് മീഡിയത്തിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. കംപ്ലീറ്റ് മീഡിയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഓർഗാനിസത്തിന്റെ ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ളതുണ്ടാവും. അതുപോലെ തന്നെ എക്സ്ട്രാ സപ്ലിമെന്റ്സ്, അമിനോ ആസിഡ്സ്, വൈറ്റമിൻസ് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ മിനിമൽ മീഡിയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു കാർബൺ സോഴ്സ്, അതായത് ഷുഗർ, ദെൻ ഒരു സോൾട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടാവും. അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു വൈറ്റമിൻ, ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ബയോട്ടിക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടാവും. ഇത്രയും കാര്യങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് മാത്രമാണ് മിനിമൽ മീഡിയം എന്ന് പറയുന്നത്. കംപ്ലീറ്റ് മീഡിയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ടാവും. അതിന്റെ കൂടെ തന്നെ അമിനോ ആസിഡ്സ്, വൈറ്റമിൻസ്, അതുപോലെ തന്നെ ഒരു ഓർഗാനിസത്തിന്റെ ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ള എന്തൊക്കെ സപ്ലിമെന്റ്സ് ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റുമോ ആ സപ്ലിമെന്റ്സ് എല്ലാം തന്നെ ആഡ് ചെയ്ത് കൊടുക്കേണ്ടതാണ് കംപ്ലീറ്റ് മീഡിയം എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ ന്യൂറോസ്പോറ ക്രാസെ എന്ന് പറയുന്ന ആ ഒരു ഓർഗാനിസത്തിനെ മിനിമൽ മീഡിയത്തിൽ ഗ്രോ ചെയ്യിക്കുമ്പോൾ അവരെന്ത് ചെയ്യും, ഈ മീഡിയത്തിലുള്ള ഷുഗർ,
സോൾട്ട്, വൈറ്റമിൻ എല്ലാം തന്നെ യൂസ് ചെയ്ത് അവരെ ഒരു മെറ്റബോളിക് പാത്വേസ് ഒക്കെ നടന്ന് അമിനോ ആസിഡ്സ്, വൈറ്റമിൻസ് അങ്ങനെയൊക്കെ പറയുന്ന കോമ്പൗണ്ട്സിനെ അവർ ഫോം ചെയ്യും. അതായത് ഇവരെല്ലാം തന്നെ അവരെ ഗ്രോത്തിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ ആ മീഡിയത്തിലുള്ള ഷുഗറും സോൾട്ടും വൈറ്റമിൻസും എല്ലാം യൂസ് ചെയ്തുകൊണ്ട് ഇവർ അമിനോ ആസിഡ്സും വൈറ്റമിൻസും ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യും. അതായത് മെറ്റബോളിക് പാത്വേസ് ഒക്കെ നടന്നിട്ടാണ് ഇങ്ങനെയുള്ള കോമ്പൗണ്ട്സ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതാണ് മിനിമൽ മീഡിയത്തിൽ വളരുന്ന ന്യൂറോസ്പോറ ക്രാസെ ചെയ്യുന്നത്. ഇനി കംപ്ലീറ്റ് മീഡിയത്തിലാണെങ്കിലോ, കംപ്ലീറ്റ് മീഡിയത്തിൽ ഓൾറെഡി എല്ലാ സപ്ലിമെന്റ്സും കൊടുത്തിട്ടുണ്ട്, അവർക്ക് ജസ്റ്റ് ഗ്രോ ചെയ്താൽ മാത്രം മതി. അപ്പൊ എന്താണ് ഇവിടെയും ഇടുന്ന ഈ ഒരു കംപ്ലീറ്റ് മീഡിയത്തിൽ ഇട്ട് കൊടുക്കുന്ന ന്യൂറോസ്പോറ ക്രാസെ ആണെങ്കിലും അവരുടെ റീജനറേഷൻ നടക്കും, അവരുടെ ഗ്രോത്ത് ഉണ്ടാവും. ഇവിടെയും എന്തുണ്ടായി, നേരത്തെ നമ്മൾ മിനിമൽ മീഡിയത്തിൽ കണ്ട പോലെ തന്നെ ഇവിടെ ഗ്രോത്ത് ഉണ്ടായി. ഇവിടെ ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും സപ്ലിമെന്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. മിനിമൽ മീഡിയത്തിൽ പക്ഷെ ഈ ഓർഗാനിസം തന്നെ നമ്മൾ കൊടുത്തിട്ടുള്ള ഷുഗർ, സോൾട്ട് ആൻഡ് വൈറ്റമിൻ യൂസ് ചെയ്ത് മെറ്റബോളിക് പാത്വേസ് ഒക്കെ നടത്തി, മെറ്റബോളിക് പാത്വേസ് ഒക്കെ കഴിഞ്ഞ് അവരെ ഗ്രോത്തിനായി ആവശ്യമായിട്ടുള്ള കോമ്പൗണ്ട്സിനൊക്കെ അവർ തന്നെ സിന്തസൈസ് ചെയ്ത് ബാക്കി അവരുടെ ബോഡി ഫങ്ഷൻസിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ അവർ തന്നെ ചെയ്യണം. കംപ്ലീറ്റ് മീഡിയത്തിലാണെങ്കിൽ ഓൾറെഡി എല്ലാം നമ്മൾ സപ്ലിമെന്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഈ ഒരു കേസിലാണെങ്കിൽ നോർമൽ ആയിട്ടുള്ള ന്യൂറോസ്പോറ ക്രാസെ എന്ന് പറയുന്ന ഓർഗാനിസത്തിന് ഈ പറഞ്ഞിട്ടുള്ള മിനിമൽ മീഡിയത്തിലാണെങ്കിലും കംപ്ലീറ്റ് മീഡിയത്തിലാണെങ്കിൽ റീജനറേഷൻ നടക്കും. നമ്മൾ ചെയ്യാൻ പോണത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ന്യൂറോസ്പോറ ക്രാസയുടെ സ്പോർട്സ്, ഈ സ്പോർട്സിനെ നമ്മൾ എക്സ്റേ അല്ലെങ്കിൽ UV റേഡിയേഷൻ ഒക്കെ കൊടുത്തുകൊണ്ട് ഇവർക്ക് മ്യൂട്ടേഷൻ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഒരു മ്യൂട്ടേഷൻ ഡെവലപ്പ് ചെയ്യുമ്പോൾ ആ മ്യൂട്ടേഷൻ എഫക്റ്റ് ചെയ്യുന്നത് ഏതെങ്കിലും സ്പെസിഫിക് ആയിട്ടുള്ള ജീനിനെ ആയിരിക്കും. ആ സ്പെസിഫിക് ആയിട്ടുള്ള ജീൻ ചിലപ്പോൾ ഏതെങ്കിലും എൻസൈമിനെ കോഡ് ചെയ്യുന്ന ജീനായിരിക്കും. അപ്പൊ നമുക്കറിയാം ജീനിന്റെ എക്സ്പ്രഷൻ നടന്നിട്ടാണ് പ്രോട്ടീൻസ് അല്ലെങ്കിൽ എൻസൈംസ് പ്രൊഡ്യൂസ് ചെയ്യണമെന്നുള്ളത്. ട്രാൻസ്ലേഷൻ നമ്മൾ ഓൾറെഡി കണ്ടിട്ടുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു എൻസൈമിനെ പെർട്ടിക്കുലർ ആയിട്ടുള്ള ഏതെങ്കിലും മെറ്റബോളിക് പാത്വേയിൽ ഇൻവോൾവ് ആയിട്ടുള്ള എൻസൈമിനായിരിക്കാം, അല്ലെങ്കിൽ ഈ എൻസൈമിനെ എക്സ്പ്രസ് ചെയ്യിപ്പിക്കുന്ന ജീനിനെ ആയിരിക്കാം ഈ പറഞ്ഞിട്ടുള്ള മ്യൂട്ടേഷൻ എഫക്റ്റ് ചെയ്യുന്നത്. ഈ ഒരു ജീൻ എക്സ്പ്രഷൻ നടക്കാതെ വന്നാൽ, അല്ലാന്നുണ്ടെങ്കിൽ ഈ ജീനിന് എന്തെങ്കിലും മ്യൂട്ടേഷൻ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഈ ജീൻ എക്സ്പ്രഷൻ നടക്കില്ല, ആ എൻസൈം ഉണ്ടാവില്ല. അതുപോലെ തന്നെ ആ ഒരു മെറ്റബോളിക് പാത്വേയിൽ ഈ എൻസൈമിനുള്ള റോള് ചെയ്യാനായിട്ടും കഴിയില്ല. അതുകൊണ്ട് തന്നെ ഈ മെറ്റബോളിക് പാത്വേസ് ഒക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അമിനോ ആസിഡ്സും വൈറ്റമിൻസും ഒക്കെ ഇവർ പ്രൊഡ്യൂസ് ചെയ്യണമെന്നുള്ളത്. അപ്പോൾ ഇതൊന്നും പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പൊ ഇതൊന്നും പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റാതെ ആകുമ്പോൾ എന്ത് പറ്റും, ഗ്രോത്തും ഉണ്ടാവില്ല. ഓക്കെ, ഇത് ജസ്റ്റ് ഒന്ന് ജനറൽ ആയിട്ട് പറഞ്ഞെന്നുള്ളൂ. ഇനി നമുക്ക് ന്യൂറോസ്പോറ ക്രാസയുടെ ആ ഒരു കണ്ടീഷൻ വെച്ചിട്ട് പറയാം. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ന്യൂറോസ്പോറ ക്രാസെ എന്ന് പറയുന്ന ആ ഒരു ഓർഗാനിസത്തിന്റെ സ്പോർട്സ് എടുത്തു അവർക്ക് എക്സ്റേ എക്സ്പോസ്ഡ് ആക്കി. അങ്ങനെ എക്സ്റേ എക്സ്പോസ്ഡ് ആയപ്പോൾ അവർക്ക് മ്യൂട്ടേഷൻ സംഭവിച്ചു. മ്യൂട്ടേഷൻ സംഭവിക്കുമ്പോൾ എന്ത് പറ്റിയേക്കാം, അവരേതെങ്കിലും സ്പെസിഫിക് ജീൻസിനെ ഈ മ്യൂട്ടേഷൻ എഫക്ട് ചെയ്തിട്ടുണ്ടായിരിക്കാം. ആ ജീൻസ് ചിലപ്പോൾ മെറ്റബോളിക് പാത്വേസിൽ ഇൻവോൾവ് ആയിട്ടുള്ള ഏതെങ്കിലും ടൈപ്പ് ഓഫ് എൻസൈം എക്സ്പ്രസ് ചെയ്യുന്ന അല്ലെങ്കിൽ എൻസൈമിനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ജീനായിരിക്കാം. അപ്പോൾ ആ ഒരു എൻസൈം പ്രൊഡ്യൂസ് ചെയ്യാത്തതിന്റെ ഭാഗമായിട്ട് ഇവർക്ക് ഗ്രോത്തിന് ആവശ്യമായിട്ടുള്ള കമ്പോണൻസ് ഒന്നും തന്നെ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടാവില്ല. ഓക്കെ, അപ്പൊ അത് മനസ്സിൽ വെച്ചുകൊണ്ട് നമുക്ക് പറയാം. അപ്പൊ നമ്മൾ ഒരു ടേം പറയാനുള്ളത് ഓക്സോട്രോപ്സ്. ഓക്സോട്രോപ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വൈൽഡ് ആയിട്ടുള്ള ഒരു ഓർഗാനിസം, അതായത് ന്യൂറോസ്പോറ ക്രാസയുടെ തന്നെ വൈൽഡ് ടൈപ്പിനെ നമ്മൾ എടുത്തു, എന്നിട്ട് അതിലോട്ട് എക്സ്റേ കൊടുത്തു കഴിഞ്ഞപ്പോൾ അവർ മ്യൂട്ടേറ്റഡ് ആയി. ഇനി ആ ആൾക്കാർക്ക് മിനിമൽ മീഡിയത്തിൽ വളരാനായിട്ട് കഴിയില്ല. നേരത്തെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ന്യൂറോസ്പോറ ക്രാസെ, നോർമൽ ആയിട്ടുള്ള ന്യൂറോസ്പോറ ക്രാസെ ആണെങ്കിൽ അവർക്ക് മിനിമൽ മീഡിയത്തിലും വളരാൻ കഴിയും, കംപ്ലീറ്റ് മീഡിയത്തിലും വളരാൻ കഴിയും അല്ലെ. മിനിമൽ മീഡിയത്തിൽ നമ്മൾ കൊടുത്തിട്ടുള്ള ഷുഗർ, സോൾട്ട് ആൻഡ് വൈറ്റമിൻ യൂസ് ചെയ്ത് കുറച്ച് മെറ്റബോളിക് പാത്വേസ് ഒക്കെ കഴിഞ്ഞ് അവർ സ്വന്തമായിട്ട് തന്നെ അമിനോ ആസിഡ്സ്, വൈറ്റമിൻസ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്ത് അവരെ ഗ്രോത്ത് ഉണ്ടാവുന്നുണ്ടെന്ന് നമ്മൾ പറഞ്ഞു. കംപ്ലീറ്റ് മീഡിയത്തിൽ ഓൾറെഡി നമ്മൾ കൊടുക്കുന്നുണ്ട്, പിന്നെ അവർക്കായിട്ട് ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, പക്ഷേ ഈ മ്യൂട്ടേറ്റഡ് ആയിട്ടുള്ള ന്യൂറോസ്പോറ ക്രാസയുടെ കേസിൽ അങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരെ നമ്മൾ വിളിക്കുന്നത് ഓക്സോട്രോപ്സ് എന്നാണ്.
ഓക്സോട്രോപ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ള ന്യൂറോസ്പോറ ക്രേസെ മ്യൂട്ടേറ്റഡ് ആയി. അപ്പം മ്യൂട്ടേറ്റഡ് ആയിട്ടുള്ള ന്യൂറോസ്പോറ ക്രേസയ്ക്ക് അവർക്ക് സ്വന്തമായിട്ട് ഈ മിനിമൽ മീഡിയത്തിൽ കിടന്ന് അമിനോ ആസിഡ്സും വൈറ്റമിൻസും സിന്തസൈസ് ചെയ്യാനായിട്ടുള്ള എബിലിറ്റി ഇല്ല. അതുകൊണ്ട് തന്നെ അവർക്ക് മിനിമൽ മീഡിയത്തിൽ സർവൈവ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ അവർക്ക് കംപ്ലീറ്റ് മീഡിയത്തിൽ ഗ്രോത്ത് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ കംപ്ലീറ്റ് മീഡിയത്തിൽ ഗ്രോത്ത് ഉണ്ടാവാൻ കാരണം എന്തായിരിക്കും? നമ്മൾ ആലോചിച്ചാൽ മതി. ഇപ്പോൾ നമ്മളുടെ ബോഡിയിൽ ഏതെങ്കിലും ഒരു കമ്പോണന്റ് കുറഞ്ഞു പോയി, അതായത് ഇപ്പോൾ നമ്മളുടെ ബോഡിയിൽ ബ്ലഡ് കുറഞ്ഞു പോയി, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? പുറമേ നിന്ന് ബ്ലഡ് കയറ്റും അല്ലേ? ആ സെയിം കണ്ടീഷൻ തന്നെയാണ് ഇവിടെ. ഇപ്പോൾ ഈ ഒരു ഓർഗാനിസത്തിൽ സ്വന്തമായിട്ട് അവർക്ക് മിനിമൽ മീഡിയ ആയതുകൊണ്ട് സ്വന്തമായിട്ട് അവർക്ക് അമിനോ ആസിഡ്സും വൈറ്റമിൻസും ആക്കാൻ പറ്റണില്ല. കാരണം എന്താ? ഇവർ ഓക്സോട്രോപ്സ് ആണ്. നോർമൽ ആയിരുന്നെങ്കിൽ അവർക്ക് പറ്റിയേനെ. പക്ഷെ ഓക്സോട്രോപ്സ് ആയതുകൊണ്ട് അവർക്ക് ഈ സിന്തസിസിനുള്ള എബിലിറ്റി നഷ്ടപ്പെട്ടു. അതുകൊണ്ട് തന്നെ മിനിമൽ മീഡിയത്തിൽ അവർക്ക് സ്വന്തമായിട്ട് അവർ അമിനോ ആസിഡ്സും വൈറ്റമിൻസും ഒന്നും ഉണ്ടാക്കാനായിട്ട് കഴിയുന്നില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? പുറമേ നിന്ന് ആ പറഞ്ഞിട്ടുള്ള അമിനോ ആസിഡ്സും വൈറ്റമിൻസ് ഇട്ട് കൊടുത്താൽ അല്ലെങ്കിൽ സപ്ലിമെന്റ്സ് കൊടുത്താൽ മാത്രമേ ഇവർക്ക് ഗ്രോ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അതുകൊണ്ടാണ് കംപ്ലീറ്റ് മീഡിയത്തിൽ അവർ ഗ്രോ ചെയ്യുന്നത്, മിനിമൽ മീഡിയത്തിൽ ഓക്സോട്രോപ്സ് ഗ്രോ ചെയ്യാത്തത്. ഓക്കെ, അപ്പോൾ കംപ്ലീറ്റ് മീഡിയത്തിൽ ഓക്സോട്രോപ്സ് ഗ്രോ ചെയ്യും, മിനിമൽ മീഡിയത്തിൽ ഓക്സോട്രോപ്സ് ഗ്രോ ചെയ്യില്ല. നമ്മൾ ഇതിന്റെ ഒരു കൺക്ലൂഷനിലോട്ട് വരാണ്. അപ്പൊ നമ്മൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ഒരു സിംഗിൾ ഫിഗറിൽ നമുക്ക് പറഞ്ഞ് അവസാനിപ്പിക്കാം. അപ്പോൾ നമ്മൾ ഇതൊരു പെട്രി ഡിഷായിട്ട് കൺസിഡർ ചെയ്യാം. ഓക്കെ, ഇതാണ് മിനിമൽ മീഡിയം. ഓക്കെ, ദിസ് ഈസ് കംപ്ലീറ്റ് മീഡിയം. ഈ രണ്ട് മീഡിയത്തിലും നമ്മൾ ഗ്രോ ചെയ്യിപ്പിക്കുന്നത് ന്യൂറോസ്പോറ ക്രേസെ എന്ന് പറയുന്ന നോർമൽ ആയിട്ടുള്ള ന്യൂറോസ്പോറ ക്രേസെ എന്ന് പറയുന്ന ബ്രെഡ് മോൾഡിനാണ് നമ്മൾ ഇതിൽ രണ്ടിലും ഗ്രോ ചെയ്യിപ്പിക്കുന്നത്. അപ്പൊ എന്ത് വെച്ചിട്ടുണ്ടാവും? മിനിമൽ മീഡിയത്തിൽ എന്തൊക്കെയുണ്ട്? ഷുഗർ, സോൾട്ട്, ബയോട്ടിൻ ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ബാക്കിയുള്ള കാര്യങ്ങൾ അവർ സ്വന്തമായിട്ട് തന്നെ സിന്തസൈസ് ചെയ്തു, വൈറ്റമിൻസ്, അമിനോ ആസിഡ്സ് ഒക്കെ ഉണ്ടാക്കി ഇതിൽ ഗ്രോത്ത് ഉണ്ടായി. കംപ്ലീറ്റ് മീഡിയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? ഓൾറെഡി നമ്മൾ അമിനോ ആസിഡ്സ്, വൈറ്റമിൻസ് കൊടുത്തിട്ടുണ്ട്, അതല്ലാതെ സപ്ലിമെന്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിലും ഗ്രോത്ത് ഉണ്ടായി. ഓക്കെ, ഇതാണ് നോർമൽ ആയിട്ടുള്ള ന്യൂറോസ്പോറ ക്രേസയുടെ കണ്ടീഷൻ എന്ന് പറയുന്നത്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ന്യൂറോസ്പോറ ക്രേസയിലോട്ട് നമ്മൾ എക്സ്റേ അല്ലെങ്കിൽ UV റേഡിയേഷൻ ചെയ്തു. അപ്പൊ എന്ത് പറ്റിയിട്ടുണ്ടാവും? ഇവര് മ്യൂട്ടേറ്റഡ് ആയി കഴിഞ്ഞപ്പോൾ എന്തുണ്ടായി? ഇവരെ പിന്നെ നമ്മൾ എന്ത് വിളിക്കുള്ളൂ? ഓക്സോട്രോപ്സ് എന്നേ വിളിക്കുള്ളൂ. ഓക്സോട്രോപ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഇവർക്ക് മിനിമൽ മീഡിയത്തിൽ വളരാൻ കഴിയില്ല, പക്ഷെ കംപ്ലീറ്റ് മീഡിയത്തിൽ വളരാൻ കഴിയും. എന്താ മിനിമൽ മീഡിയത്തിൽ വളരാൻ കഴിയാത്തത്? മിനിമൽ മീഡിയത്തിൽ ആകെ ഷുഗറും സോൾട്ടും ഏതെങ്കിലും ഒരു വൈറ്റമിനെ ഉള്ളൂ അല്ലേ? അപ്പോൾ നോർമൽ ആയിട്ടുള്ള ഒരാൾക്ക് മാത്രമേ ഈ സംഭവങ്ങളൊക്കെ യൂസ് ചെയ്തുകൊണ്ട് എൻസൈം സിന്തസിസ് ഒക്കെ നടന്ന് ആ മെറ്റബോളിക് പാത്വേസ് ഒക്കെ നടന്ന് പുതിയ അമിനോ ആസിഡ്സും വൈറ്റമിൻസും ഗ്രോത്തിന് ആവശ്യമായിട്ടുള്ള അമിനോ ആസിഡ്സും വൈറ്റമിൻസും ഉണ്ടാക്കാൻ കഴിയുള്ളൂ. പക്ഷെ കംപ്ലീറ്റ് മീഡിയത്തിലെ കേസ് അങ്ങനെയല്ല. ഓൾറെഡി നമ്മൾ പുറത്തുനിന്ന് സപ്ലിമെന്റ്സ് കൊടുക്കുന്നത് കൊണ്ട് ഈവൺ അവർ ഓക്സോട്രോപ്സ് ആണെങ്കിൽ പോലും അവർക്ക് ഗ്രോത്ത് ഉണ്ടാവും. ഓക്കെ, അപ്പൊ അതിന്റെ ഒരു ഫിഗറും കൂടി നമുക്ക് വരക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് മിനിമൽ മീഡിയം, ഇത് കംപ്ലീറ്റ് മീഡിയം. ഇപ്പൊ വരുന്ന ആൾക്കാരാരാ? ഓക്സോട്രോപ്സ് ആണ്. ഓക്സോട്രോപ്സിന് മിനിമൽ മീഡിയത്തിൽ ഗ്രോത്ത് ഉണ്ടാവില്ല. കാരണം അവർക്ക് നമ്മൾ എക്സ്ട്രാ വൈറ്റമിൻസ് ആൻഡ് അമിനോ ആസിഡ്സ് കൊടുത്തിട്ടുമില്ല. അവർ ഓക്സോട്രോപ്സ് ആയതുകൊണ്ട് അവർക്ക് സ്വന്തമായിട്ട് ഉണ്ടാക്കാനും കഴിയില്ല. ഓക്കെ, അപ്പൊ അവരുടെ ഗ്രോത്ത് ഉണ്ടാവില്ല. ഇനി കംപ്ലീറ്റ് മീഡിയ ആണെങ്കിൽ ഇതുപോലെ തന്നെ ഈ ഓക്സോട്രോപ്സിന് സ്വന്തമായിട്ട് ഉണ്ടാക്കാനൊന്നും പറ്റില്ല. പക്ഷെ കംപ്ലീറ്റ് മീഡിയത്തിൽ നമ്മൾ പുറത്തുനിന്നുള്ള സപ്ലിമെന്റ്സ് ഒക്കെ ആഡ് ചെയ്തിട്ടുള്ളത് കൊണ്ട്, അതായത് അമിനോ ആസിഡ്സ്, വൈറ്റമിൻസ് ഒക്കെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് കൊണ്ട് ഇവിടെ ഗ്രോത്ത് ഉണ്ടാവും. സ്വന്തമായിട്ട് അവർ ഉണ്ടാക്കുന്നതല്ല, പക്ഷെ ആ മീഡിയത്തിൽ പ്രസന്റ് ആയിട്ടുള്ള സപ്ലിമെന്റ്സ് യൂസ് ചെയ്തുകൊണ്ട് ഇവര് മെറ്റബോളിക് പാത്വേസിൽ ഇൻവോൾവ് ആയിട്ടുള്ള എൻസൈംസിന് ഉണ്ടാക്കും. ദെൻ എന്താ? അവരുടെ ഗ്രോത്ത് ഒക്കെ നന്നായിട്ട് നടക്കും. ഓക്കെ, ഇതാണ് അടുത്തൊരു കണ്ടീഷൻ എന്ന് പറയുന്നത്. ഇനി നമ്മൾ നോക്കുന്നത് ഈ മിനിമൽ മീഡിയത്തിൽ എന്തുകൊണ്ടാണ് ഗ്രോത്ത് ഇല്ലാഞ്ഞെന്നാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പൊ നമുക്കറിയാം, നമ്മൾ ഏകദേശം 20 അമിനോ ആസിഡ്സിന്റെ കാര്യമാണ് പഠിച്ചിരിക്കുന്നത്. അപ്പോൾ അമിനോ ആസിഡ്സിനെ കുറിച്ചുള്ള വീഡിയോസ് ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് ഓൾറെഡി. അപ്പൊ നമ്മൾ എന്താ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ നിന്നുള്ള സ്പോർട്സിനെ നമ്മൾ ഈ കോളനീസ് ഒക്കെ എടുത്തിട്ട് നമ്മൾ 20 ടെസ്റ്റ് ട്യൂബിലോട്ട്
ഇനോക്കുലേറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അതായത് 20 ടെസ്റ്റ് ട്യൂബ്സ് ആണെന്നത് വിചാരിക്കുക. അപ്പോൾ ഇതിലൊരു 5-6 നമുക്ക് വരച്ച് വെക്കാം. എന്നിട്ട് നമ്മൾ ചെയ്യണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയണം സ്പെസിഫിക് ആയിട്ട് ഇത് 20 ഉണ്ട് കേട്ടോ. ഓക്കെ, 20 ട്യൂബ്സ് ആണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇനി അറിയേണ്ടത് ഏത് അമിനോ ആസിഡിന്റെ ആബ്സെൻസ് കൊണ്ടാണ് ഇതിൽ ഗ്രോത്ത് ഇല്ലാഞ്ഞത്. ഓക്കെ, നമുക്കറിയാം അമിനോ ആസിഡ്സും വൈറ്റമിൻസും ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് കൊണ്ടാണ് ഇവരെ ഗ്രോത്ത് നടക്കണമെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ നമുക്ക് നോക്കേണ്ടത് ഏത് സ്പെസിഫിക് ആയിട്ട് ഏത് അമിനോ ആസിഡ്സിന്റെ പ്രസൻസ് ഇല്ലാത്തത് കൊണ്ടാണ് ഈ പറഞ്ഞിട്ടുള്ള മിനിമൽ മീഡിയത്തിൽ ഗ്രോത്ത് കാണാഞ്ഞതെന്നാണ്. അപ്പം നമ്മൾ ഇതിൽ നിന്നുള്ള സ്പോർട്സ് എടുത്തിട്ട് ഈ ഓരോ ടെസ്റ്റ് ട്യൂബിലോട്ടും ഇട്ട് കൊടുത്തു. ഓക്കെ, എല്ലാ ടെസ്റ്റ് ട്യൂബിലോട്ടും ഇനോക്കുലേറ്റ് ചെയ്തു. ഓക്കെ, ദെൻ ഇതിലുള്ള മീഡിയം പ്ലസ് ഓരോ ട്യൂബിലും ഓരോ അമിനോ ആസിഡ്. ഇപ്പോൾ ഇതിൽ അലാനിൻ ആണ് ആഡ് ചെയ്തെങ്കിൽ ഇതിൽ ചിലപ്പോൾ വാലിൻ ആയിരിക്കും ആഡ് ചെയ്തിട്ടുണ്ടാവാം. ദെൻ ഇതിൽ ചിലപ്പോൾ ലൂസിൻ ആയിരിക്കും, ഇതിൽ ആർജിനിൻ ആഡ് ചെയ്ത് കൊടുത്തു, ഇതിൽ സെറിൻ ആഡ് ചെയ്ത് കൊടുത്തു, ഇതിൽ ത്രിയോണിൻ ആഡ് ചെയ്തു, ദെൻ സിസ്റ്റീൻ. അങ്ങനെ ഓരോ ട്യൂബിലും ഓരോ അമിനോ ആസിഡ് മാത്രം ആഡ് ചെയ്ത് കൊടുത്തു. അതായത് കൾച്ചർ മീഡിയ ഉണ്ടാവും, മിനിമൽ മീഡിയ ഉണ്ടാവും, പ്ലസ് ഒരു അമിനോ ആസിഡും കൂടി ഓരോ ട്യൂബിലും സെപ്പറേറ്റ് ആയിട്ട് ആഡ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് എങ്ങനെയാണ് അവരുടെ ഗ്രോത്ത് എന്നുള്ളത് നോക്കി. അപ്പോൾ ഈ ഫസ്റ്റ് ട്യൂബിൽ നോക്കി, ആ ഫസ്റ്റ് ട്യൂബിൽ ഗ്രോത്ത് ഉണ്ടായില്ല. സെക്കൻഡ് ട്യൂബിൽ നോക്കി, അതിലും ഗ്രോത്ത് ഉണ്ടായില്ല. തേർഡ് ട്യൂബിൽ നോക്കി, അതിലും ഗ്രോത്ത് ഉണ്ടായില്ല. ദെൻ ഈ ട്യൂബിൽ നോക്കി, ഗ്രോത്ത് ഉണ്ടായില്ല. ത്രിയോണിൻ ഇട്ടയിൽ നോക്കി, ഗ്രോത്ത് ഉണ്ടായില്ല. ഇനി സിസ്റ്റീൻ ഉണ്ട്, പിന്നെന്താ ഫീനൈൽ അലാനിൻ ഉണ്ട്, 20 അമിനോ ആസിഡ്സ് ഉണ്ട്. ആ അമിനോ ആസിഡ്സ് ഇട്ടയിലൊന്നും ഗ്രോത്ത് ഉണ്ടായില്ല. പക്ഷേ ഇവിടെ ആർജിനിൻ ഇട്ടതിൽ മാത്രം ഗ്രോത്ത് കണ്ടു. പിന്നെ ഇപ്പൊ എന്ത് നോക്കാൻ തുടങ്ങി, എന്തുകൊണ്ടാണ് ഈ ഒരു ട്യൂബിൽ മാത്രം ഗ്രോത്ത് ഉണ്ടായത് എന്നുള്ളതാണ്. അതായത് ഈ മിനിമൽ മീഡിയത്തില് നമ്മൾ എന്താക്കിയിട്ടുണ്ടായിരുന്നു, മ്യൂട്ടേറ്റഡ് ആയിട്ടുള്ള ഓക്സോട്രോപ്സ് ആയിട്ടുള്ള ന്യൂറോസ്പോറ ക്രാസേനായിരുന്നു നമ്മൾ കൾച്ചർ ചെയ്തിട്ടുണ്ടായിരുന്നു. മിനിമലിലാണെങ്കിലും കംപ്ലീറ്റിലാണെങ്കിലും കംപ്ലീറ്റിൽ ഗ്രോത്ത് ഉണ്ടായി, മിനിമലിൽ ഗ്രോത്ത് ഉണ്ടായില്ല. അപ്പൊ ഈ ഒരു മ്യൂട്ടേഷൻ നടക്കുന്ന സമയത്ത് ആർജിനിൻ എന്ന് പറയുന്ന അമിനോ ആസിഡിനെ കോഡ് ചെയ്യുന്ന ജീനായിരുന്നു, അല്ലെങ്കിൽ ആർജിനിനെ സിന്തസൈസ് ചെയ്യുന്ന എൻസൈം പ്രൊഡ്യൂസ് ചെയ്യണമല്ലോ ആദ്യം തന്നെ. ആ എൻസൈമിനെ കോഡ് ചെയ്യുന്ന ആരുണ്ടാവും, ഒരു ജീൻ ഉണ്ടാവുമല്ലോ. ആ ജീനാണ് ഇവിടെ മ്യൂട്ടേറ്റഡ് ആയിരിക്കുന്നത്. ആ സ്പെസിഫിക് ആയിട്ട് ആർജിനിനെ കോഡ് ചെയ്യുന്ന ജീൻ, അല്ലെങ്കിൽ ആർജിനിനെ സിന്തസൈസ് ചെയ്യുന്ന എൻസൈമിനെ, സ്പെസിഫിക് എൻസൈം സിന്തസൈസ് ആർജിനിൻ. അപ്പൊ ഇവിടെ മ്യൂട്ടേഷൻ നടന്നിരിക്കുന്നത് ആർക്കാണ്, ആർജിനിൻ എന്ന് പറയുന്ന അമിനോ ആസിഡിനെ സിന്തസൈസ് ചെയ്യുന്ന എൻസൈമിനെ കോഡ് ചെയ്യുന്ന ജീനാണ് ഇവിടെ മ്യൂട്ടേഷൻ നടന്നിരിക്കുന്നത്. അപ്പോൾ സ്പെസിഫിക് ആയിട്ട് ആ ഒരു ജീന്റെ മ്യൂട്ടേഷൻ കൊണ്ടാണ് ആർജിനിനെ സിന്തസൈസ് ചെയ്യുന്ന എൻസൈമിന് ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയാഞ്ഞത്. ആ എൻസൈം പ്രൊഡ്യൂസ് ചെയ്താൽ മാത്രമാണ് ഈ ഒരു മെറ്റബോളിക് പാത്വേസ് ഒക്കെ നടത്തിയിട്ട് ആർജിനിനെ സിന്തസൈസ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ആർജിനിൻ സിന്തസൈസ് ചെയ്യാഞ്ഞത്. അതുകൊണ്ട് തന്നെയാണ് അവിടെ ഗ്രോത്ത് ഇല്ലാഞ്ഞത്. ഇപ്പൊ നമ്മൾ എക്സ്ട്രാ പുറത്തുനിന്ന് ആർജിനിൻ ആഡ് ചെയ്ത് കൊടുത്തപ്പോൾ ആ ട്യൂബിൽ എന്തുണ്ടായി, ഗ്രോത്ത് ഉണ്ടായി. ബാക്കി എല്ലാവരും തന്നെ മ്യൂട്ടേറ്റഡ് ആയിട്ടില്ല. അതുകൊണ്ട് ഇവരൊക്കെ ഉണ്ടെങ്കിൽ പോലും ആർജിനിൻ അവിടെ ആബ്സെന്റ് ആയതുകൊണ്ടാണ് ഇവിടെ ഗ്രോത്ത് ഇല്ലാഞ്ഞത്. ആർജിനിനും കൂടി കിട്ടിയിട്ടുണ്ടെങ്കിലാണ് ഇവിടെ ഇവർക്ക് ഗ്രോത്ത് ഉണ്ടാക്കാനായിട്ട് കഴിയുള്ളൂ. അങ്ങനെയാണ് അവർക്ക് അവരെ മക്കളൊക്കെ ഉണ്ടാക്കാനായിട്ട് കഴിയുള്ളൂ. അപ്പൊ അത്രയുള്ള 1 ജീൻ 1 എൻസൈം കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. അതായത് സ്പെസിഫിക് ആയിട്ട് ഒരു എൻസൈം ഉണ്ടാക്കാനായിട്ട് എന്തുണ്ടാവും, ഒരു ജീൻ ഉണ്ടാവും. ആ ജീൻ എക്സ്പ്രഷൻ നടക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഒരു എൻസൈം ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പൊ ഇനി ഇതുപോലെ തന്നെ 1 ജീൻ 1 എൻസൈം കോൺസെപ്റ്റ് പോലെ തന്നെ 1 ജീൻ 1 പോളിപെപ്റ്റൈഡ് അല്ലെങ്കിൽ പ്രോട്ടീൻ ഹൈപ്പോത്തസിസ് എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. 1 പോളിപെപ്റ്റൈഡ് ഹൈപ്പോത്തസിസ് എന്നുള്ളത് കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ഇതും 1 ജീൻ 1 എൻസൈം കോൺസെപ്റ്റിനെ തന്നെ റീസ്റ്റേറ്റ് ചെയ്തിട്ട് തന്നെയാണ് ഈ 1 ജീൻ 1 പോളിപെപ്റ്റൈഡ് കോൺസെപ്റ്റിലോട്ട് വന്നിരിക്കുന്നത്. അതായത് ഇപ്പോൾ എല്ലാ എൻസൈംസും നമ്മൾ പറയും പ്രോട്ടീൻസ് ആണെന്ന് പറയും, പക്ഷെ എല്ലാ പ്രോട്ടീൻസും എൻസൈംസ് അല്ല. ആ ഒരു കാരണം കൊണ്ടും കൂടി തന്നെയാണ് ഇത് റീസ്റ്റേറ്റ് ചെയ്തൊന്ന് 1 ജീൻ 1
പോളിപെപ്റ്റൈഡ് കോൺസെപ്റ്റ് എന്ന് വന്നിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ പ്രോട്ടീൻസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം സെവറൽ പോളിപെപ്റ്റൈഡ്സ് കമ്പോസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അതോടും കൂടി തന്നെയാണ് 1 ജീൻ 1 എൻസൈം കോൺസെപ്റ്റിൽ നിന്ന് 1 ജീൻ 1 പോളിപെപ്റ്റൈഡ് കോൺസെപ്റ്റിലോട്ട് വന്നത്. രണ്ടും സിമിലർ ആണ്. ഓക്കെ, ഇതൊന്ന് റീസ്റ്റേറ്റ് ചെയ്തെന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത്രയുള്ള 1 ജീൻ 1 എൻസൈം കോൺസെപ്റ്റിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. ഞാനിടുന്ന കൂടുതൽ വീഡിയോസ് കിട്ടാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ടോപ്പിക്കിനെ കുറിച്ച് വീഡിയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതല്ലാതെ വേറെ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക്